സരിൻ, ഡോക്ടർ സരിൻ. സരിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. ആ വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ പേര് പറയും, അയാളെ കുറിച്ച് എന്താണോ ആദ്യം മൈൻഡിൽ വരുന്നത് അത് പറയാം. നരേന്ദ്രമോദി. തന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നറിഞ്ഞിട്ടും തന്നെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് ഇന്ത്യയിലെ 38% ആളുകളെ ഒന്നല്ല രണ്ടല്ല 3 തവണ വിശ്വസിപ്പിച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടുവിഡ്ഢി. ആ വീഡിയോയിൽ സരിൻ പറയുന്നത്, സരിൻ കണ്ടതിൽ വെച്ച് പടുവിഡ്ഢിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 38% ആൾക്കാർ 1, 2, 3 തവണകളിൽ തിരഞ്ഞെടുത്ത, ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത, എന്നാൽ പറ്റുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പടുവിഡ്ഢിയായ ഒരാളാണ് സരിൻ്റെ കണ്ണിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരു ചാനലിൽ വന്നിരുന്ന് ആക്ഷേപിക്കാൻ ഒരു മടിയുമില്ലാത്ത, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഒരു പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ആക്ഷേപിച്ചിട്ടോ അപമാനിച്ചിട്ടോ ഉണ്ടാവില്ല. എങ്ങനെ കാണാം സരിൻ്റെ ഈ ബുദ്ധിശൂന്യത, ഈ വിവരക്കേടിനെ, ഈ പൊട്ടത്തരത്തെ? സ്വയം പൊട്ടനാണെന്ന് പുള്ളി പ്രഖ്യാപിക്കുകയാണല്ലോ. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞാലേ ഇവനെ 10 പേരിപ്പോൾ അറിയത്തുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ധന്യ പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് ആ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ളതാണ്, നരേന്ദ്രമോദി എന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ എനിക്ക് നാളെ കാലത്ത് ഇവിടെ ഇന്ത്യ മൊത്തവും കേരളത്തിൽ മൊത്തവും അല്ലെങ്കിൽ ലോകം മൊത്തം അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ച് എന്തെങ്കിലും ഒരു നന്മ പറയേണ്ട തിന്മ പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വൈറലാകും. അത്രയ്ക്ക് മോദി 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 എന്ന് ലോകം മൊത്തവും ഉച്ചരിക്കുന്ന അത്തരത്തിൽ ഉള്ള ഒരു പ്രധാനമന്ത്രി. ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം നിർത്തണമെങ്കിൽ ഇന്ത്യ ഇറങ്ങണമെന്നും, ഇന്ത്യ സംസാരിച്ച് കഴിയുമ്പോൾ ഇറാൻ ആരോടും വഴങ്ങാത്ത ഇറാൻ പലവട്ടം വഴങ്ങുന്ന അവസ്ഥയിലേക്കും അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയിലേക്കും പോലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സരിൻ എന്ന് പറയുന്ന ആൾ, മനസ്സിലായില്ലേ? അപ്പോൾ അവനെ ഡോക്ടർ സരിൻ എന്നല്ലേ ഇപ്പോൾ പറഞ്ഞു. അവൻ MBBS ആണെന്നാണ് പറയുന്നത്, ഡോക്ടറാണെന്നാണ് പറയുന്നത്. അതിന് ശേഷം ഇവൻ IAS കിട്ടിയെന്ന് പറയുന്നു. അതിന് ശേഷം ഇവൻ രാഷ്ട്രീയത്തിൽ വന്നു. ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് CPM നേതാക്കന്മാരുമായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ള സുഹൃത്തുക്കളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓട്ടിസം ബാധിച്ച ഒരു പയ്യൻ്റെ മാനസികാവസ്ഥയാണെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇവൻ്റെ പറച്ചിലെ നടത്ത അല്ലെങ്കിൽ വർത്തമാനം ഒന്നിനും ഒരു വ്യക്തതയില്ല, ആൾക്കാർക്ക് മനസ്സിലാവത്തുമില്ല. ഇവൻ വിഡ്ഢിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഒരു പരമമിടുക്കൻ ആണെന്നുള്ള രീതിയിൽ പെരുമാറുന്നത് കൊണ്ടാണല്ലോ ഇവൻ മനസ്സിലാക്കാത്ത. എന്താ, ഇവൻ വിഡ്ഢിയല്ല. ഒരു സ്ഥാനാർത്ഥി ഒരിടത്ത് ഒരിക്കൽ ഒരു പ്രബലമായ പാർട്ടി, ഈ എത്ര പറയുമ്പോഴും കേരളത്തിലെ നമ്പർ 1 പാർട്ടിയാണ് CPM, പരീക്ഷിച്ചിട്ട് അവനെ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാലക്കാട്ട് വേണ്ട വേറെ എവിടെയെങ്കിലും നിർത്തത്തില്ലേ, മത്സരിപ്പിക്കാൻ നിർത്തത്തില്ലേ, പാർട്ടി പ്രയോജനപ്പെടുത്തി എടുക്കത്തില്ലേ? അപ്പം ഇവനെ കൊള്ളത്തില്ല, ഇവൻ പാഴ്വസ്തുവാണ്, മരവാഴയാണെന്ന് കണ്ടുകൊണ്ടാണ് ഇവനെ മാറ്റി നിർത്തിയത്. മനസ്സിലാവുന്നുണ്ട്? ഇവൻ ഏത് പണിയുണ്ട് വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്നത്? ഇവൻ IAS കാരനാന്ന് പറഞ്ഞു. ആ പണി ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ അവൻ ആ പണി കളയത്തില്ലല്ലോ. അതിനുശേഷം ഇവൻ ഡോക്ടറാന്ന് പറഞ്ഞ് എവിടെ ഇവന് ഇതുള്ളത് എങ്കിൽ ആ പണി ചെയ്യുന്നുണ്ടോ? ഇവൻ വിചാരിച്ചു ഇതിനെക്കാട്ടിൽ ഒക്കെ വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഓസിന് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുന്ന ഒരു പരിപാടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിഡ്ഢി അതിനകത്തോട്ട് ചെന്ന് ചാടിക്കൊടുത്തത്. എങ്ങനെ ഇവന് ചാടാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഇവൻ്റെ പുറകിൽ ആരും അറിയാത്ത ഒരു IASഉം ആരും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഡോക്ടർ ആവുന്നതിനോ ഒരു IAS ആവുന്നതിനോ ഒന്നും മിടുക്കുറവുണ്ടെന്നുള്ള അല്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിശൂന്യതയും അല്ലെങ്കിൽ ഒക്കെ കുറവുള്ളവർക്കൊക്കെ ആവാൻ പറ്റും. അതേസമയം 100%, 110% അതിനപ്പുറം കാര്യശേഷി ഉള്ള ഒരാൾക്ക് മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ജനസേവനം നടത്താനും ആ ജനസേവനത്തിൽ കൂടി ലോകത്തിൻ്റെ നെറുകയിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നെറുകയിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ നെറുകയിലും ഒക്കെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ഇവൻ വിചാരിച്ച് ഈസിയാണ്. ഇവൻ ഈസിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതല്ലേ. അന്ന് സ്ഥാനാർത്ഥിയായതെന്ന് പറഞ്ഞാൽ ചരിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ അവസ്ഥ അറിയില്ല. ബൈ ഇലക്ഷൻ വന്നു. പാലക്കാട് ഇപ്പോഴും CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ? ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടില്ലേ? അവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. CPM ഒരു പൊതു സ്വതന്ത്രനെയാണ് നിർത്തിയിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ആ റസാഖ് എന്ന് പറയുന്ന ആളെ നിർത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ CPMന് അവിടെ വളരെ പിറകിലാണ് CPMന് ആ നിയമസഭാ മണ്ഡലത്തിൽ CPMന് ഈ പറയുന്ന അത്രയും മുന്നേറ്റത്തിലെത്താൻ വളരെ കാലം കൊണ്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കും.
അപ്പോൾ അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്നപ്പോൾ അവർക്ക് നിർത്താൻ പറ്റുന്ന, അവർ പരീക്ഷിക്കാൻ പറ്റുന്ന, അവർക്ക് കൊള്ളാവുന്ന, സമൂഹത്തിൽ നാളെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നേതാക്കന്മാരെ അവിടെ നിർത്തി തോൽപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമല്ലോ. സ്ഥാനാർത്ഥി വേണമെങ്കിൽ ഇവന് നോക്കി അവിടെ കോൺഗ്രസിനകത്ത് നോക്കിയപ്പോൾ കോൺഗ്രസിന് ഈ സ്ഥാനത്തെ അതിനകത്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ IAS ഒക്കെ ഉണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. എത്ര പറയുമ്പോഴും കോൺഗ്രസ് നോക്കിയപ്പോൾ ഇവനെ ഒന്നിനും കൊള്ളത്തില്ല. ഇവനീ പറഞ്ഞ പോലെ ഇവർ മരപ്പൊട്ടനാണ്, ലോക പൊട്ടനാണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പൊട്ടെന്ന് വിളിക്കുന്നതിനെ എങ്ങനെ ആൾക്കാർ കാണുമെന്നെങ്കിലും ഇവൻ വിചാരിക്കണം. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ 3 പ്രാവശ്യം അധികാരത്തിൽ വന്നത് ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള ഒരാളാണ്. അവനൊരു ലോക വിഡ്ഢിയാണ് പൊട്ടനെന്ന് പറയുമ്പോൾ ഇവനെ ഒരു പ്രാവശ്യം പോലും അധികാരത്തിൽ കയറ്റുന്നതിന് വേണ്ടിയോ ഒന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയോ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ആൾക്കാർ തയ്യാറാകാത്തപ്പോൾ ഇവൻ എത്രത്തോളം പൊട്ടനും അല്ലെങ്കിൽ അത്രത്തോളം വിഡ്ഢിയും അല്ലെങ്കിൽ അത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിൽ ഈടം ഉണ്ടാക്കാൻ പറ്റാത്തവനുമാണെന്ന് മനസ്സിലാക്കണം. ഇവൻ ഈ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ സ്വയം, അതായത് അവനെ മനസ്സിലാക്കാത്തതിന് ഓട്ടിസം, ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഓട്ടിസം ബാധിച്ച പിള്ളേരുണ്ടല്ലോ, അത്രയ്ക്കുള്ള ബുദ്ധിയുള്ള ഒരാളാണ്. ഇയാളെ പിന്നെ അന്ന് നമ്മൾ പ്രയോജനപ്പെടുത്തി. നാളെ കാലത്ത് ഇവനെ ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് ചിലപ്പോൾ ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ വന്ന ഒരു ഏരിയ കമ്മിറ്റിയിലെ മറ്റൊരു മറിച്ചൊക്കെ കാണും. പിന്നെ ഇതുപോലെ റിപ്പോർട്ടർ ചാനലുകളുള്ള ചാനലുകൾക്ക് ആരെങ്കിലും കിട്ടണമല്ലോ. ഇതുപോലൊക്കെയുള്ള സാധനം പൊട്ടത്തരം പറയുന്നവനും അല്ലെങ്കിൽ വിഡ്ഢിത്തരം പറയുന്നവനും വ്യക്തതയിൽ കാര്യം പറയാൻ പറ്റാത്തവനും ഒക്കെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞാൽ ഇവൻ ആരുടെയും കാര്യം പറയും. അതനുസരിച്ച് അതിനൊരു റീച്ച് കിട്ടും, ഒരു വൈറലാകും. അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ള. ഏതായാലും ഇതിനകത്ത് കുറേ പാഴ്വസ്തുക്കൾ. ഇപ്പോൾ CPM-ന് ഈ ഒരു പാഴ്വസ്തു ഇങ്ങോട്ട്, കോൺഗ്രസ്സിന് വേറെ പാഴ്വസ്തു അങ്ങോട്ട് ഇട്ട്. പക്ഷേ അവരതിനെ കൃത്യമായിട്ട് നമ്മൾ എത്ര പറയുമ്പോഴും ഏത് പാർട്ടിക്കകത്തായാലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും എടുക്കന്മാരാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇതിനെ ആ കുപ്പത്തൊട്ടി കളയും. ഇതിനെയും ഏതാണ്ട് കുപ്പത്തൊട്ടിയിൽ എടുത്തിട്ടു. അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഇയാൾ വേറെ എങ്ങോട്ടൊക്കെ മത്സരിക്കും, വേറെ സീറ്റ് കൊടുക്കും. പാലക്കാട് പുള്ളിക്ക് പാലക്കാട് ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞാൻ കാണിച്ചു തരാം, എനിക്ക് കാണിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി. എന്നിട്ട് കാണിച്ചു നോക്കാൻ നമ്മൾ കണ്ടതാണല്ലോ. രണ്ടാമതൊരു പ്രാവശ്യം കൂടെ അവിടെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ രണ്ടാമത് എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് ഇയാളും തീരുമാനിക്കാൻ തക്കത്തൊക്കെ ഇയാൾക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സീറ്റ് ഇപ്പം കൊള്ളാവുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാഫുള്ളവനാണെങ്കിൽ വേറെ ഏതെങ്കിലും സീറ്റ് മതി. ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഈ BJP-ക്കകത്ത് വന്ന് ചാടിക്കയറിപ്പോൾ ഒരു പാർട്ടിയുണ്ടല്ലോ, സന്ദീപ് വാര്യർ, അതിനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് അവരവിടുത്തെ ഒരു വേസ്റ്റ് ബോക്സിനകത്ത് ചുരുട്ടിക്കൂട്ടി മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് അയാളുടെ കാര്യത്തിനും തീരുമാനം എന്ന് പറഞ്ഞ പോലെ ഇയാളിപ്പം വന്നിരുന്ന് പറയുന്നത്, ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നരേന്ദ്രമോദിയെ പറ്റി ഒന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അയാൾ വിഡ്ഢിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഈ പരമവിഡ്ഢി പറയുന്നത് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയും ഇത്രയൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരു വല്ലാത്ത കണ്ടെത്തൽ, നരേന്ദ്രമോദിയെ പറ്റി ഇതുവരെ ആരും കണ്ടെത്താത്ത ഒരു വേറൊരു ഇത് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നപ്പോൾ സരിന് ഇത്രയും പറയാനുള്ള ആർജവമില്ല, CPM-ലേക്ക് എത്തിയപ്പോഴാണ് ഈ ആർജവം ഉണ്ടായത് എന്നൊക്കെ ഇപ്പോൾ പല സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന CPM-ന്റെ അവരിങ്ങനെ സരിനെ പോയിട്ട് ഇരിക്കുകയാണ്. ഈ 27 പുരസ്കാരങ്ങളാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദിക്ക്. 28 പുരസ്കാരങ്ങൾ, ഈ ലോക രാജ്യങ്ങളെല്ലാം കൂടി ഏറ്റവും പരമോന്നത ബഹുമതി പുരസ്കാരങ്ങൾ 28 എണ്ണം കിട്ടിയ ലോകത്തെ ഏക പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. എല്ലാ രാജ്യങ്ങളിലും ചെയ്യുമ്പോൾ കയ്യടിയോടെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത്, സ്വീകരിക്കുന്നത്. ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാർക്കും കിട്ടാത്ത രീതിയിൽ IAS-ഉം അല്ലെങ്കിൽ ഒരു ഡോക്ടറും അപ്പം IAS കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വിചാരിച്ചത് ഇവൻ IAS കളഞ്ഞിട്ട് ഇതിനകത്ത് വരും, നമുക്ക് ഇവനെ പ്രയോജനപ്പെടുത്താം. IAS നിസ്സാരക്കാരൻ്റെ ഒരുത്തിന് കിട്ടുന്നില്ല, MBBS നിസ്സാരക്കാരൻ്റെ ഒരുത്തിന് കിട്ടുന്നു. പക്ഷേ ഇവന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ പുസ്തകത്തിലുള്ള സാധനം വായിച്ച് അതുപോലെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരുത്തനായിരുന്നു. പക്ഷേ അതിനപ്പുറം ഒരു കാര്യവും ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഡോക്ടർ പുസ്തകത്തിലുള്ള എഴുതി വെച്ച് പരീക്ഷ പാസ്സാവും. രണ്ടാമത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നല്ല ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അതിനുള്ള ക്ഷമയും അതിനുള്ള കാര്യശേഷിയും അവനില്ല. ഒരു IAS-കാരനായി കഴിഞ്ഞാൽ അവൻ അത് ഇതിനകത്ത് വന്നിട്ട് വരാം. പക്ഷേ അവനെ ഏൽപ്പിക്കുന്ന കാര്യം ഒരു നല്ല IAS ഓഫീസറായിട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് സ്ട്രെയിൻ വേണം, കാര്യശേഷി വേണം. ആ കാര്യശേഷി ഇവനില്ല. അവൻ വിചാരിച്ച് ഇതിനെയൊക്കെ മറികടക്കുന്നതോ അല്ലെങ്കിൽ ചുമ്മാ നിന്ന് കൊടുത്താലും ആവുന്നതാണ് രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു MLA, MP, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ. ഇതിനകത്ത് വന്നപ്പോൾ അവനത് മനസ്സിലായി. ഇവൻ എന്താണെന്ന് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും ഇരിക്കുന്നവർക്ക് പോലും മനസ്സിലാവാത്ത അവസ്ഥയിൽ സാധാരണ വോട്ടർമാർക്ക് മനസ്സിലായി ഈ പൊട്ടനെ ജയിപ്പിച്ച് വിട്ടാൽ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു തൊപ്പിയും നടക്കത്തില്ല. മനസ്സിലായി? ഇവൻ്റെ വർത്തമാനം, ഇവൻ്റെ പെർഫോമൻസ്, അന്ന് ഇവൻ കാണിച്ച കോരാമ്പീച്ചൊക്കെ എന്തൊക്കെയായിരുന്നു. ഇവൻ്റെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് ആർക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെ കോരാമ്പീച്ചയാണ് കാണിച്ച് അവസാനം. രണ്ടാമത് ഇവൻ എന്താണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇവനെ ആ സമയത്ത് താൽക്കാലികമായിട്ട് CPM-ന് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വേണമായിരുന്നു. CPM-നകത്തു നിന്ന് ഉള്ള നല്ല നേതാക്കന്മാരെ അവിടെ നിർത്തി വിഡ്ഢിയാക്കണ്ട അല്ലെങ്കിൽ തോൽപ്പിക്കേണ്ട, അവരുടെ ഇമേജ് കുറയ്ക്കേണ്ട എന്ന് കണ്ടുകൊണ്ട് അതിനകത്തുനിന്ന് ചാടി വന്ന് ഒരുത്തിനെ നിർത്തിയെന്നുള്ളത്. ഇപ്പോൾ അവനെ നിർത്തുന്നില്ലല്ലോ, ഇനി അവനെ വേണ്ടല്ലോ, അവനെ ഒരു കാര്യമില്ലല്ലോ.
അവന് ഇതിനകത്തും പണിയറിയത്തില്ല, ഡോക്ടറായിട്ടും പണിയറിയത്തില്ല, IAS ആയിട്ടും പണിയറിയത്തില്ല. പിന്നെ ഇതുപോലെ ഞാൻ നിരന്തരം വിഡ്ഢിയാണ്, ഞാൻ പരമ വിഡ്ഢിയാണ് എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. GDP ഇവനെ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇവൻ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ. ഈ പറയുന്ന ശരീരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്ര ഉണ്ടെന്നും 10 കൊല്ലം മുമ്പ്, ഇയാൾ പറഞ്ഞില്ല 11 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്ര ഉണ്ടെന്ന്, 55 കൊല്ലത്തിനപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും പല പാർട്ടികളും ഭരിച്ചുകൊണ്ട് ഭൂരിപക്ഷം കോൺഗ്രസ് ആണ്, 2.2 ആയിരുന്നു. ഇപ്പോഴത്തെ GDP ഏതാണ്ട് ഈ 7.2 5 അടുത്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി GDP. അപ്പം 10 കൊല്ലം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത് അത്രയും ആക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രിയും തന്നെ പറഞ്ഞതുപോലെ ലോകത്തെവിടെ ചെന്നാലും ആ ലോകത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവി കൊടുത്ത് ഒരു വ്യക്തിയെ അലങ്കരിക്കണമെങ്കിൽ അയാൾ എത്രത്തോളം വലിയവനാണെന്നും എത്രത്തോളം കാര്യശേഷിയുള്ളവനാണെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത, എൻ്റെ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ പോലെ ഓട്ടിസം ബാധിച്ച ഇവനെയൊക്കെ ഇങ്ങനെ വർത്തമാനം പറയാൻ ഒരു ഫ്രെയിമിൽ കൊണ്ടിരുത്തിക്കുന്ന ആ ചാനലിനെയും അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരെയും തന്നെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതായാലും ഇവനൊരു മരവാഴയാണ്, അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവൻ ഡോക്ടറും അല്ല, IAS അല്ല. ഇതൊക്കെ ഇവൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അതങ്ങ് സംഭവിച്ചു പോയി. ഇവൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് സംഭവിച്ചു പോലെ ഇതെല്ലാം അങ്ങ് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കേണ്ടി വരും.